ഞാനിത് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങായി കാണുകയാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ഗുരുസ്വാമികളുടെ കാലഘട്ടം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ലോകത്ത് വേണ്ടത്ര പ്രചരിപ്പിക്കപ്പെടാതെ പോയ അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മഹാസന്ദേശങ്ങളും അദ്ദേഹം മാനവരാശിക്കായി മുന്നോട്ട് വച്ച ആശയങ്ങളും ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലും തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലുമായി അന്നത് ചുരുങ്ങിപ്പോയി എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഇന്ന് ലോകം ഇപ്പം ഒരാഗോള സങ്കല്പത്തെപ്പറ്റി നോക്കുമ്പോൾ ഒരു നെറ്റിലൂടെ ഇൻഫർമേഷൻ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ നമ്മുടെ കൈകളിലെത്തും. അങ്ങനെ ഒരു വിശ്വമാനവികതയുടെ അടിസ്ഥാനത്തിൽ ലോകക്രമം മാറിക്കൊണ്ടിരിക്കുമ്പോൾ വാസ്തവത്തിൽ ശ്രീനാരായണ ധർമ്മ സംഘം അതിൻ്റെ പൂജനീയ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള സ്വാമിമാർ ആ കാലത്തെ സ്വാംശീകരിക്കുകയും ഒരു പക്ഷെ ഒരു പടി മുന്നിൽ, കാരണം ഇത്രയും ദൂരക്കാഴ്ചയോട് ഗുരുസന്ദേശത്തെ ലോകത്തെത്തിക്കാനുള്ള ശ്രമം ഇന്ന് തുടക്കം കുറിക്കുന്നു. അതിൽ പങ്കാളിയാവാനും അതിൻ്റെ ഔപചാരികമായ തുടക്കത്തിന് ഗുരുദേവൻ സർവശക്തൻ എനിക്ക് നൽകിയ അവസരത്തെ ഞാൻ ഒരു വലിയ ബഹുമതിയായി കരുതുകയും നിങ്ങളുടെ എല്ലാം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഭക്തിയും വിശ്വാസവും അതിലധിഷ്ഠിതമായ ആചാരാനുഷ്ഠാനങ്ങളും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ്, മനുഷ്യജീവിതത്തിൻ്റെ സമഗ്രതയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗുരുദേവൻ്റെ ചിന്താധാരയും പ്രവർത്തന പദ്ധതികളും നമ്മുടെ ലോകത്തിനായി അദ്ദേഹം കാഴ്ചവെച്ചത്. അതുകൊണ്ടാണ് 1922 ഇവിടെത്തിയ നമ്മുടെ അക്കാലത്തെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ മാനബിന്ദുവായ നോബൽ സമ്മാന ജേതാവായ ടാഗോർ, ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചു, എത്രയോ മഹത്തുക്കളെ കണ്ടു, ആത്മീയ പ്രഭാവന്മാരായ ആളുകളെ കണ്ടു. പക്ഷേ എനിക്കിവിടെ കാണാൻ സാധിച്ച മഹത്വം, അദ്ദേഹത്തെ നയനങ്ങൾ വരെ പറഞ്ഞുകൊണ്ട് ആ ശക്തിവിശേഷത്തെ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ പ്രതിഭാസമായി, ആത്മീയ പ്രതിഭാസമായി അദ്ദേഹം രേഖപ്പെടുത്തി. പക്ഷേ ഇതൊന്നും ലോകത്തിൻ്റെ മുമ്പിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചോ? ഞാൻ ആരെയും പഴിക്കുകയല്ല. പരിമിതികളുണ്ടായിരുന്നു, പരിമിതികൾ. ആ പരിമിതികളെ അതിജീവിക്കാനുള്ള ശ്രമമാണ് വാസ്തവത്തിൽ ഇന്നിവിടെ വിജയിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തിയ ഗുരുദേവ ഭക്തന്മാരായ ശ്രീനാരായണീയ സങ്കല്പങ്ങളിൽ ആകൃഷ്ടരായ ആളുകൾ ഇന്ന് സ്വാമിജിയുടെ അധ്യക്ഷ പ്രസംഗത്തിലൂടെയുള്ള ആഹ്വാനത്തെ ചെവിക്കൊണ്ട് അത് ലോകത്തെത്തിക്കുകയാണ്. ഇതൊരു വലിയ, നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു കർമ്മവും ധർമ്മവുമായി ഞാൻ കാണുകയാണ്. എനിക്ക് തോന്നുന്നൊരു വലിയ ശൂന്യത ആത്മീയ രംഗത്ത് ലോകത്തു നിന്നൊരു വലിയ ശൂന്യതയാണ്. ഇസ്ലാമിക രാജ്യങ്ങളുടെ കണക്ക് എൻ്റെ കൈവശമില്ല. മറ്റ് രാജ്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ, ഒറ്റ നോട്ടം നോക്കിയാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും, ഈശ്വര സങ്കല്പങ്ങളിൽ നിന്ന് മറ്റ് എല്ലാ വിശ്വാസങ്ങളും നമ്മുടേതാണ്. സനാതനധർമ്മം മാത്രമല്ല, എല്ലാ വിശ്വാസങ്ങളും. അത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒരിക്കൽ പറയുകയുണ്ടായി, വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യ ടു ദ വേൾഡ്? ഒരു ജർമ്മൻ പത്രപ്രവർത്തകൻ ചോദിച്ചതാണ്. അതിന് അദ്ദേഹം നൽകിയ മറുപടി, സ്പിരിച്വാലിറ്റി ഓഫ് ഭാരത്, നമ്മുടെ ആത്മീയതയാണ് നമ്മുടെ ലോകത്തിനുള്ള ഏറ്റവും വലിയ സംഭാവന എന്ന് അദ്ദേഹം പറയുകയും പിന്നീട് അതിനെക്കുറിച്ച് അദ്ദേഹം നൽകിയ വിശദീകരണത്തിൽ അത് ഏതെങ്കിലും ഒരു ധർമ്മത്തിൽ മാത്രം വ്യത്യസ്തമായ ധർമ്മങ്ങളുണ്ട്, ആ ധർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ധർമ്മങ്ങളെല്ലാം സ്വീകരിക്കുന്ന, ഒന്നിനെയും ആട്ടിപ്പായിക്കാത്ത, എല്ലാത്തിനും വളരാനും വികസിക്കാനും അവസരമുണ്ടാക്കി കൊടുത്ത ഈ നാട് 12ഓളം അറിയപ്പെടുന്ന മതങ്ങളെയെല്ലാം ഉൾക്കൊള്ളുന്നു. അതിൻ്റെ എല്ലാം കൂടെ ആകത്തുകയാണ് ആത്മീയത എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൻ്റെ മാത്രമല്ല എന്ന് പറഞ്ഞതും ഞാൻ ഈ അവസരത്തിൽ ആനുഷാംഗികമായി സൂചിപ്പിക്കുകയാണ്. അങ്ങനെയുള്ളൊരു മഹത്തായ രാജ്യത്ത് ഞാൻ പറയുന്നു, എന്തുകൊണ്ടാണ് ഞാൻ അവസരമെന്ന് പറഞ്ഞത്? വെളിച്ചമാണ് നമ്മുടെ വഴികാട്ടി. ഭാസിൽ രഥമുള്ളത്, രതിയുള്ളത്, അതാണ് ഭാരതം. വെളിച്ചം കണ്ടാൽ ആനന്ദിക്കും. അങ്ങനെ വെളിച്ചം കണ്ടാൽ ആനന്ദിക്കുന്ന ഒരു സംസ്കൃതിയെ ലോകത്തിൻ്റെ മറ്റു ഭാഗത്ത് നമുക്ക് അതുപോലെ ഇതേ അർത്ഥത്തിൽ
ചൂണ്ടിക്കാട്ടാനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അമേരിക്കയുടെ ഏറ്റവും ഒടുവിലത്തെ സെൻസസ് എടുത്ത് നോക്കിയാൽ 23% ഓഫ് ദ പോപ്പുലേഷൻ, സെൻസസിലാണല്ലോ നമ്മുടെ അഭിപ്രായം പറയുക, അതിൽ 23% ആളുകൾ നിരീശ്വരന്മാരോ അല്ല അതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങൾപ്പെട്ടവരോ ആണെന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ബ്രിട്ടൻ 43 to 48, അതവർ കൊടുത്ത കാറ്റഗറി, സെൻസസിലെ കാറ്റഗറി അതീസ്റ്റ് ഓർ അൺആൻസേർഡ് 3 കാറ്റഗറി അങ്ങനെയുള്ളത് പെടുത്തിയിട്ടാണ്. അത് 43 48 സബ്ജക്റ്റ് കറക്ഷനാണ് ഞാൻ പറയുന്നത്, നെറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ജപ്പാനിൽ 61% ആളുകൾ ആ വിശ്വാസത്തിലേക്ക് പോവുകയാണ്. ചൈനയുടെ കാര്യം പറയേണ്ട, അതൊരു ഒരു സങ്കല്പത്തിലുള്ള രാജ്യമാണ്, 78 മറ്റോ ആണ്. പക്ഷേ ലോകത്ത് ഒരേ ഒരു രാജ്യം, നമുക്ക് അഭിമാന പുരസ്സരം പറയാം, ഗുരുദേവൻ്റെ നാട്, വിവേകാനന്ദൻ്റെ നാട്. നമുക്ക് പറയാവുന്ന കാര്യം, നമ്മുടെ 2014 അവസാനത്തെ സെൻസസ് ഒന്ന് നോക്കുക. 79% ഒരു വിഭാഗം, 17% മറ്റൊരു വിഭാഗം, 3% മറ്റൊരു വിഭാഗം. പഞ്ചാബ് അധിഷ്ഠിതമായി 1.69 മറ്റോ, ഞാൻ ഈ മറ്റോ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റാണ്. പക്ഷേ ലാസ്റ്റ് കോളം ഒന്ന് നോക്കിയാൽ ആ ലാസ്റ്റ് കോളത്തിൽ 3 കാറ്റഗറി ഒന്നിച്ചാണ് നമ്മുടെ അഭിപ്രായം സെൻസസിലൂടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് നിരീശ്വരവാദികൾ, ചോദ്യത്തിന് ഉത്തരം പറയാതെ മാറി നിൽക്കുന്നവർ, പിന്നെ ഒരു കൂട്ടർ വേറൊരു ഇതിനെല്ലാം അതിജീവിക്കുന്ന, അങ്ങനെ 3 കാറ്റഗറി. അത് ഞാൻ മൂന്നാമത്തെ പറഞ്ഞത് വ്യക്തമായിട്ട് അത് ഒന്നുകൂടെ നിങ്ങൾ നോക്കിയാൽ മതി. ഈ 3 കാറ്റഗറി, നിരീശ്വരവാദികളുടെ കാറ്റഗറി നോക്കിയാൽ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 1% ഇല്ല, 0.5 1/2% ഇല്ല, 0.25% ഇല്ല, 0.22 ആണ്. ഇത് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. വൈ? അവിടെയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ ഞാൻ പറഞ്ഞത്, സമയക്കുറവുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അതുതന്നെയാണ് ഒരു പക്ഷേ സന്യാസി ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. ഞാനൊക്കെ കുടുംബജീവിതവും വ്യക്തിജീവിതവും ഒക്കെ മക്കളും ഒക്കെയായി വാരിക്കൂട്ടാനുള്ള ശ്രമമൊക്കെ ഞാൻ വാരിക്കൂട്ടാൻ ശ്രമിക്കാറില്ലെങ്കിലും അതൊക്കെ ഘടകങ്ങളാണ്. ഇതൊന്നുമില്ലാതെ സർവസംഘ പരിത്യാഗികളായി ഒരു ജീവിതം തന്നെ ഒരാശയത്തിന് വേണ്ടി മാറ്റിക്കൊടുക്കുന്നു. അത് ഈശ്വര സങ്കല്പമാണ്. ഇവിടെയാണെങ്കിൽ അത് ഗുരുദേവ സങ്കല്പമാണ്. അതുകൊണ്ടാണ് കുമാരനാശാൻ കരുണയുടെ ലാസ്റ്റ് ഭാഗം, അദ്ദേഹത്തിൻ്റെ അവസാനത്തെയാണെന്നാണ് എൻ്റെ ഓർമ്മ, കരുണയുടെ അവസാനത്തെ പാവശിൽ പതിത കാരുണികരാം ഭവാദൃശ്യ സുധന്മാരെ രക്ഷിതി ദേവിക്കുന്ന് വേണം അധികം പേരെ. കൂടുതൽ ആളുകളെ വേണ്ടത് ഈ കാറ്റഗറിയാണ്. ലോകത്തെ രക്ഷിക്കാൻ സാധിക്കുന്നവർക്കാണ്. അതിൻ്റെ വൈവിധ്യമുണ്ടതില്ല, അതൊരു വൈരുദ്ധ്യമല്ല, മറ്റേ വേറെ പല ചിന്താധാരകളുമുണ്ട്. ഇത് പറയുമ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ നാടിനുള്ളൊരാഹ്വാനമാണ്. ഇതിനെ സ്വീകരിക്കാൻ ലോകം കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മളെ അടക്കി ഭരിച്ച ബ്രിട്ടനിലെ പകുതിയോളം ജനങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ ഈശ്വരസങ്കല്പത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുമ്പോൾ അവരുടെ എല്ലാം ആത്മമുകുരത്തിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ഒന്നായി ശിവഗിരിയുടെ ഈ സമ്മേളനത്തെയും അതിൻ്റെ സന്ദേശത്തെയും ഞാൻ കാണുകയാണ്. സച്ചിദാനന്ദ സ്വാമികളുടെ വിശ്വഗുരുവായി ഞാൻ വിശ്വഗുരുവാകുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു, സ്വാമിജി വിശ്വവിജയിയായ വിശ്വഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ നിങ്ങൾ പഠനം നടത്തേണ്ട ഒരുപാട് മേഖലകളുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ 7 പതിറ്റാണ്ട് മുമ്പുള്ള പ്രഖ്യാപനം, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ജനിച്ചു വീഴുന്ന ലോകത്തെല്ലാവർക്കും ഉറപ്പുവരുത്തേണ്ട മനുഷ്യാവകാശങ്ങൾ, അതിൻ്റെ ആദ്യത്തെ 5 കാര്യം നോക്കിയാൽ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ 1 നൂറ്റാണ്ട് മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതിൻ്റെ പ്രാഥമിക ഡിക്ലറേഷനിൽ ആരെങ്കിലും പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ബർത്ത് റൈറ്റിനെ കുറിച്ച്,
റൈറ്റ് ടു ലൈവ്, ജീവിക്കാനുള്ള അവകാശം, വിത്ത് ഡിഗ്നിറ്റി, മാന്യതയോടെ ജീവിക്കാനുള്ള അവകാശം, ജെൻഡർ ജസ്റ്റിസ്, ഇങ്ങനെ സമഗ്രതയിൽ ഈ മനുഷ്യാവകാശങ്ങളെ അതെല്ലാം ഒന്ന് ക്രോഡീകരിച്ചാൽ ഗുരുദേവനെ സംബന്ധിച്ച് കാണാൻ സാധിക്കും. മറ്റൊരു പ്രത്യേകത, എനിക്കൊരു സൗഭാഗ്യം പലപ്പോഴും വന്ന് ഈ ഗോവ ഗവർണറായ ശേഷം, എനിക്കറിയില്ല, കർണാടകത്തിലെ 5 പ്രധാനപ്പെട്ട ആശ്രമങ്ങളിലും അവിടുത്തെ ഏറ്റവും വലിയ യെദ്യൂരപ്പയുടെയൊക്കെ സംഘടനയായിട്ടുള്ള അതിൻ്റെ ആശ്രമം സുത്തൂർ മഠത്തിൽ ഇപ്രാവശ്യത്തെ ആനുവൽ കോൺഫറൻസിൽ അവരെന്നെ വിളിച്ചു. എനിക്കറിയില്ല, ഭാഗ്യമാണ്, ദൈവം തരുന്ന അവസരമാണ്. അതുപോലുള്ള 5 ആശ്രമങ്ങളിൽ ഞാൻ പോയപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഗുരുദേവൻ്റെ കേരളവും സാമൂഹ്യ നവോത്ഥാനത്തിൽ അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ വേദനയും അതിൻ്റെ എല്ലാ അംശങ്ങളെയും സ്വാംശീകരിച്ചാണ് ഗുരുദേവൻ പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് 55-ലെ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി പതിപ്പ് നോക്കിയാൽ, സ്മരണിക നോക്കിയാൽ, ആ സ്മരണ ഞാനത് ഒരു വിവാദത്തിലേക്കില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അന്ന് എഴുതിയ ലേഖനങ്ങൾ പരിശോധിച്ചാൽ ഗുരുദേവൻ്റെ ആത്മീയതയും ഗുരുദേവൻ്റെ സാമൂഹ്യ നവോത്ഥാനങ്ങളും ഈ രണ്ടിനെക്കുറിച്ചുമുള്ള വ്യത്യസ്തമായ ലേഖനങ്ങളുണ്ട്. 55-ന് ശേഷം പിന്നീട് മുഖ്യമന്ത്രിയായ നമ്മുടെ മാന്യ കേരളത്തിൻ്റെ ഏറ്റവും അഭിമാന സ്തംഭമായ ആൾ ഉൾപ്പെടെയുള്ളവരുടെ ലേഖനങ്ങളുണ്ട്. ഞാനതിൻ്റെ ഒരു കോപ്പി എൻ്റെ കൈവശമുണ്ട്. ഞാനപ്പോൾ ഇങ്ങനെ നോക്കുമ്പം ഗുരുദേവൻ്റെ ആത്മീയതയെ സംബന്ധിച്ചിടത്തോളം അത് വേണ്ടത്ര ഇവിടെ വെച്ച് നിർത്തുന്നു, പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗപ്പെടുന്നില്ല. പക്ഷെ ഗുരുദേവൻ്റെ ആത്മീയത മറ്റെന്നത്തെക്കാളും മാനവരാശി അംഗീകരിക്കുന്ന നാളുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു അവകാശവാദമായി എവിടെയും പറയാറില്ല. എന്തിനാ എൻ്റെ തന്നെ ട്രംപറ്റ്, ഐ ഡോണ്ട് വാണ്ട് ടു ബീറ്റ് മൈ ഓൺ ട്രംപറ്റ്, എൻ്റെ ചെണ്ട ഞാൻ കൊട്ടുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മിസോറാമിലെ അവിടുത്തെ ജനസംഖ്യ നോക്കിയാൽ ഹിന്ദുക്കൾ 2% ഉള്ളൂ. ബാക്കി ക്രിസ്ത്യൻസും ബുദ്ധിസ്റ്റുകളും മുസ്ലിങ്ങളുമെല്ലാമാണ് അവിടുത്തെ. 2% ഹിന്ദുക്കൾ മാത്രമുള്ള ജനസംഖ്യ. അതിൽ ഒരാൾ പോലും നമ്മുടെ ശ്രീനാരായണീയ വിഭാഗത്തിൽപ്പെട്ട മലയാളികളായോ അല്ലാതെയുള്ള ആളുകളില്ല. പക്ഷെ അവിടുത്തെ രാജ്ഭവൻ, ഇവിടെ പ്രാർത്ഥനാഗീതമായി പാടിയ ദൈവദശകം മിസോറാം ഭാഷയിലേക്ക് ഒരു പ്രൊഫസർ ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് ഔപചാരികമായി മിസോറാമിലെ രാജ്ഭവനിലെ ചടങ്ങിൽ അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അടിസ്ഥാനപരമായി ഞാൻ വ്യത്യസ്ത ധാരകളെ ഉൾക്കൊള്ളുന്ന, അതിലെ ആത്മീയതയുടെ അംശങ്ങളെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ടാണെന്ന് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ചിരപുരാതനവും നിത്യനൂതനവുമാണ് നമ്മുടെ നാട്. അതുകൊണ്ടാണ് ഭാരതത്തിന് പേരിടേണ്ടി വന്നപ്പോൾ ഒരുപാട് ചർച്ചകൾ നടന്നു. ഭാരതവർഷം വേണോ, അത് വേണോ, കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ. അതിൽ ഇന്ത്യ എന്നുള്ളതും പുരാതന നാമധേയമാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത ചർച്ചകൾ അംബേദ്കറും അന്നത്തെ നമ്മുടെ പൂർവ്വസൂരികളും പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. അവിടെയാണ് ചിരപുരാതനം. നമ്മുടെ പൗരാണികതയിലെ പലതും, അതിൽ പാളം തെറ്റിപ്പോയ ഒട്ടേറെ ജാതീയത, ഉച്ചനീചത്വം, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ പോസിറ്റീവായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിത്യനൂതനമായി നമ്മൾ ബന്ധിക്കുകയാണ്. നമ്മൾ ഒന്നിനും എതിരല്ല, ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കെതിരല്ല. അതുകൊണ്ട് ചിരപുരാതനവും നിത്യനൂതനമായ ഒരു നാട്, ആ നാടിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. സ്വാമിജി ഇവിടെ അതിനെപ്പറ്റിയെല്ലാം വിശദീകരിച്ചതുകൊണ്ട് ഞാനതിൽ കടക്കുന്നില്ല. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന സമഗ്രമായ മാനവരാശി ഒന്നടങ്കം, ആ മനുഷ്യർ മാത്രമല്ല സകല ചരാചരങ്ങളും, ഈ സകല ചരാചരങ്ങളെയും അംഗീകരിക്കുന്ന ഒരു വ്യവസ്ഥ ഭാരതത്തിൻ്റെ മാത്രം സംഭാവനയാണ്. മറ്റുള്ളവരെല്ലാം, മറ്റ് ചിന്തകളെ ഒന്നും ഞാൻ മോശമാക്കുകയല്ല, ഭാരതത്തിന് പുറത്തുള്ള ചിന്തകളിലെല്ലാം ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് മനുഷ്യനാണ് ഏറ്റവും, ഇതിനെല്ലാം ഉടമസ്ഥാവകാശം മനുഷ്യനാണ്. അതുകൊണ്ട് എന്തിനേയും ഇതെല്ലാം സകല ചരാചരങ്ങളും മനുഷ്യന് വേണ്ടിയുള്ളതാണ് എന്ന തിയറിയാണ് വെസ്റ്റേൺ തിയറിയുടെ ഒരു ഭാഗമായി വളർന്നു വന്നത്. അതുകൊണ്ടാണ് എക്സ്പ്ലോയിറ്റ് നേച്ചർ എന്ന പദപ്രയോഗം സയൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഭാരതത്തിൽ ഒരിക്കലും
പ്രകൃതിയെ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞിട്ടില്ല. ഗാന്ധിജിയെപ്പോലുള്ളവർ പറഞ്ഞ മിതമായി ഉപയോഗിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, ദുര പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാം വെട്ടി പിടിച്ച് കീഴടക്കി സമ്പന്നതയുടെ കൊടുമുടിയിൽ നിന്നതുകൊണ്ട് നിങ്ങൾക്ക് ആശ്വാസം കിട്ടുമോ, സമാധാനം കിട്ടുമോ, നിങ്ങളുടെ ജീവിതം പൂർണ്ണമാകുമോ എന്ന് ചോദിച്ച ഒരു മഹത്തായ നാട്. അതുകൊണ്ടാണ് പ്രകൃതിയും മനുഷ്യനും പ്രപഞ്ചവും പരസ്പര പൂരകങ്ങളാണെന്നുള്ളതാണ് നമ്മുടെ തിയറി. ഇന്നത് ലോകം അംഗീകരിക്കുകയാണ്. അങ്ങനെ ലോകം അംഗീകരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ കർണാടകത്തിൽ കൂടി പോയതുകൊണ്ട് ബസവേശ്വരൻ 11-ാം നൂറ്റാണ്ട് 12-ാം നൂറ്റാണ്ട് ബസവേശ്വരൻ്റെ ചിന്തകളെ പറ്റിയൊക്കെ പഠിപ്പിച്ചപ്പോഴാണ് ഇപ്പം കേരളത്തിലും കർണാടകത്തിലും സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ഫലമായി അത് ആത്മീയതയിൽ ഊന്നിയാണ്. ബസവേശ്വരൻ്റെ ചിന്തകൾ ആത്മീയതയിൽ ഊന്നിയാണ്. ഒരു നാട്ടുരാജ്യത്തെ രാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. അന്ന് അദ്ദേഹം മുൻകൈയെടുത്ത് ഒരു ബ്രാഹ്മണ ബാലനെ കൊണ്ട്, യുവാവിനെ കൊണ്ട് ഒരു പട്ടികജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം പരസ്യമായി പ്രധാനമന്ത്രി നടത്തിച്ചു കൊടുത്തു. അങ്ങനെയുള്ള ബസവേശ്വരൻ അത് നടത്തിയതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം രാജാവ് കൽപ്പിച്ചു ആ രണ്ടുപേരുടെയും തലയറുക്കാനായിട്ട് പറഞ്ഞു. കിൽ ദം. അങ്ങനെ ആ രണ്ടുപേരെയും കൊന്നപ്പോൾ മനംനൊന്ത് പ്രധാനമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ചു വന്ന ബസവേശ്വരൻ, ആ ബസവേശ്വരൻ്റേതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടുത്തെ കർണാടകത്തിലെ ആ വിഭാഗത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഞാനിതിൻ്റെ അടിസ്ഥാനപരമായി രണ്ടും നോക്കിയപ്പോഴാണ് എവിടെയെങ്കിലും നെഗറ്റീവിസം, ഗുരുദേവൻ്റെ ചിന്തകളിൽ എവിടെയെങ്കിലും ഒരു നെഗറ്റീവിസം, ഒരു വാക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? 64 പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ അതിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പം ഒരുപാട് യാതന സഹിച്ച ഉച്ചനീചത്വങ്ങളുടെ കടന്നുകയറ്റത്തിൽ പകച്ചു നിന്നുപോയ, തകർന്നുകൊണ്ടിരുന്ന ഒരു സമൂഹത്തെ ഉദ്ധരിക്കൽ പ്രഖ്യാപിതമായ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആളായിരുന്നിട്ട് കൂടി അതെല്ലാം ആത്മീയ പശ്ചാത്തലത്തിലൂടെയാണ് അദ്ദേഹം ചെയ്തത്. അത് ചെയ്യുമ്പം അതിനാരാണോ കാരണക്കാരായ ആളുകൾ, ഞാൻ ജാതിയുടെ ഒന്നും പേര് പറയുന്നില്ല, അവർക്കെതിരായിട്ട് ഒരു വാക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും കൃതിയിൽ കാണാൻ സാധിക്കുമോ? അവിടെയാണ് ആത്മീയത പോസിറ്റീവിസമാകുന്നത്, അവിടെയാണ് നെഗറ്റീവിസത്തിനെതിരാകുന്നത്. ടാഗോർ വിവേകാനന്ദൻ മരിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിന് ആത്മീയതയിൽ വലിയ അത്രത്തോളം 100% ആത്മീയതയെ സറണ്ടർ ചെയ്യുന്ന ആളായിരുന്നില്ല ടാഗോർ. വിവേകാനന്ദൻ്റെ ചില കാഴ്ചപ്പാടുകളെ അത് അംഗീകരിച്ചിരുന്നുമില്ല. പക്ഷെ മരിച്ചപ്പോൾ പറഞ്ഞു, എ സന്യാസി ഓഫ് നോ നെഗറ്റീവിസം. നിഷേധാത്മകത ഉണ്ടായിരുന്നില്ല. പക്ഷെ നിഷേധാത്മകത ഇല്ലാതിരുന്ന ആൾ ഒരിക്കൽ പോലും ബ്രിട്ടനെതിരായിട്ട് അത് ഒരു വാക്ക് പറഞ്ഞായിട്ട് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അതിൻ്റെ പ്രചോദന കേന്ദ്രങ്ങളായി പോരാട്ടത്തിൻ്റെ പടനിലങ്ങളിലേക്ക്, കുരുതിക്കളങ്ങളിലേക്ക് എടുത്തു ചാടിയത് സ്വാമി വിവേകാനന്ദനെ കൊണ്ടാണെന്ന് കാണാൻ സാധിക്കും. ഞാൻ സുദീർഘമായി അതിൻ്റെ പട്ടികയിലേക്ക് പോകുന്നില്ല. ഗാന്ധിജി പോലും പറഞ്ഞു, വിവേകാനന്ദൻ്റെ കൃതികൾ വായിക്കുമ്പോൾ എൻ്റെ ഊർജം 1000 മടങ്ങ് വർദ്ധിക്കുന്നു. 14-ാമത്തെ വയസ്സിനുള്ളിൽ വിവേകാനന്ദ കൃതികൾ വായിച്ചിട്ടാണ് നേതാജി ചന്ദ്രബോസ് അദ്ദേഹം ICSനെ പോലും പിച്ചു ചീന്തി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീജ്വാലയിലേക്ക് എടുത്തു ചാടിയത്. ഒരുപാട് അരവിന്ദൻ, ഒരുപാട് ആൾക്കാർ, ബങ്കിംചന്ദ്ര ചാറ്റർജി, ആര്യസമാജം സ്ഥാപിച്ച ആളുൾപ്പെടെ. പക്ഷെ ഒരിക്കൽ പോലും ബ്രിട്ടനെതിരായിട്ട് അദ്ദേഹം ഒരു വാക്കുരിയാടിയില്ല എന്ന് പറയുമ്പോൾ, പക്ഷെ ബ്രിട്ടൻ്റെ ഇപ്പോഴത്തെ പുറത്തു വരുന്ന ഡോക്യുമെൻറ്റുകൾ പറയുന്നുണ്ട്, അദ്ദേഹം എ ഷ്രൂഡ് പൊളിറ്റീഷ്യൻ അണ്ടർ ദ കാവി കളർ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർക്കറിയാം രഹസ്യം എന്താണെന്ന്. പക്ഷേ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും പ്രചോദിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ലേ, 1897 എൻ്റെ ഓർമ്മ, ചെന്നൈയിൽ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ അടിമത്തെ ഉപേക്ഷിക്കുക, 50-ാമത്തെ കൊല്ലം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും. എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? 1940. അത് പ്രഖ്യാപിച്ചത് ഫെബ്രുവരിയിലാണ്. ആറ്റിലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുമെന്ന് പ്രഖ്യാപിച്ചതും 1947 ഫെബ്രുവരി മാസം 21-ാം തീയതി ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞു വന്നത് ഇതല്ലേ പോസിറ്റീവിസം.
അതല്ലേ ഗുരുദേവൻ ഈ കെടുതികളെല്ലാം കണ്ട് മടുത്ത്, ജാതീയത, ഉച്ചനീചത്വം, മേൽക്കോയ്മകളെല്ലാം കണ്ട് മനസ്സ് വിഷമമല്ല ദുഃഖത്തിലാഴ്ന്നു പോകുമ്പോഴും ആത്മീയമായ പ്രചോദനത്തിലൂടെ അദ്ദേഹം ഒരു തലമുറയെ സംഘടിപ്പിക്കാൻ സാധിച്ചു. ലോകത്തിൽ നിന്ന് ഏറ്റവും നല്ലൊരു ആശയം, ആത്മീയ ആശയം, മാനവരാശി ഒന്നടങ്കം കണക്കിലെടുത്തുകൊണ്ട് ഉരുവപ്പെടുത്താൻ ഈ ഈ വേദിക്ക്, ഇവിടെ ഈ ശിവഗിരിക്ക് സാധിച്ചില്ലേ? അതിനെയല്ലേ ഇപ്പോഴ് നമ്മുടെ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ, സ്വാമിജി ഉൾപ്പെടെയുള്ള ആളുകൾ, അതുകൊണ്ടല്ല അദ്ദേഹം പറഞ്ഞു വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാൻ പറഞ്ഞില്ലേ? വെളിച്ചമാണ്, ഈ വെളിച്ചമാണ് ഏക പോംവഴി. മറ്റെല്ലാം നേടിയാലും ഈ വെളിച്ചത്തിൽ അഭിരമിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? ഇത്തരം ചോദ്യങ്ങളെല്ലാം ഉയർന്നു വരുമ്പോൾ തൊട്ടടുത്ത തമിഴ്നാടിനെ കൂടി ഞാൻ പറയുന്നു. ഞാൻ തമിഴ്നാടിനെ മോശമാക്കല്ല, നാളെ മാധ്യമങ്ങളിലാണ് എനിക്ക് പറയുന്നതിന് പരിമിതിയുണ്ട്. ഇപ്പോഴും നവോത്ഥാനം നടന്ന സ്ഥലമാണ്, പക്ഷെ വഴി വ്യത്യസ്തമായിരുന്നു. അവിടെ നെഗറ്റീവിസമാണ് ഉണ്ടായിരുന്നത്. ആ നെഗറ്റീവിസത്തിൽ കൂടെ നടന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പം എന്തുണ്ടായി? ഇതാ മധുരയ്ക്കടുത്ത് മതിൽ കെട്ടി നിർത്തി, ഇവിടെ പാടുള്ളൂ. സ്വാമിജിക്ക് അദ്ദേഹം അവിടുത്തെ കൂടി ചാർജുള്ള ഞങ്ങൾ ഒന്നിച്ചവിടുത്തെ പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു മാസം മുമ്പ് ഞാൻ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിൽ എല്ലാവർക്കും പ്രവേശനമാകാമെന്ന് തീരുമാനിച്ചപ്പോൾ രണ്ട് പ്രബലമായ സമുദായങ്ങൾ ചേർന്ന് ഇനി ആരും ആ ക്ഷേത്രങ്ങളിൽ പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ആ ക്ഷേത്രം അടച്ചുപൂട്ടുകയും ചെയ്തു. ബ്രാഹ്മണരെ കൊണ്ടല്ല, ബ്രാഹ്മണർ അന്ന് 4% ഉണ്ടായിരുന്നവർ ബ്രാഹ്മണരെ കൊല്ലണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് പോയി. തിരുവനന്തപുരത്തേക്കും ബാംഗ്ലൂരേക്കും മറ്റേ USA ഒക്കെ പോയി. ആ രണ്ട് സമുദായങ്ങളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം എന്തുകൊണ്ട് ഗുരുദേവൻ ഇവിടെ സാധിച്ചത് തമിഴ്നാട്ടിൽ സാധിക്കാതെ പോകുന്നു മറ്റുള്ള നവോത്ഥാന നായകന്മാർക്ക്? ഇത് ചോദ്യചിഹ്നമാണ്. ഉത്തരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞാൽ പറയും നാളെ തമിഴ്നാടിനെ ആരെങ്കിലും അപമാനിച്ചു എന്നായിരിക്കും നമ്മുടെ മാധ്യമ രംഗത്ത് അത് വരിക. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ ഒരു കാഴ്ചപ്പാടിൽ തീർച്ചയായും സ്ഥിതപ്രജ്ഞ സന്യാസിമാരെ പറ്റി പൊതുവെ പറയാറുണ്ട്. പക്ഷേ 100% സ്ഥിതപ്രജ്ഞനായ ഗുരുദേവൻ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അതായിരുന്നു. ആരോടും ഒരു വിദ്വേഷമില്ല. വിദ്വേഷത്തിൻ്റെ വിളവെടുപ്പിൽ ഒരിക്കലും അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. എന്തിന് കവിതയുടെ കാര്യത്തിൽ പോലും ഒരു പക്ഷേ നമ്മൾ സൂക്ഷ്മമായി പഠനം നടത്തിയാൽ കവിഞ്ഞു കാണുന്നവനാണ് കവി. അത് ഏതാണ്ട് ഋഷിക്ക് തുല്യമാണെന്നാണ് നമ്മുടെ സങ്കല്പം. അവിടെ ഗുരുദേവൻ്റെ ദൈവദശകം ഇവിടെ ചൊല്ലി. അതിൽ പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് വേറെ എവിടെ കാണാൻ സാധിക്കും? ആട്ടിൻപറ്റത്തെ പോലെ നമ്മളിങ്ങനെ പോവുകയാണ്. പക്ഷെ ഇവിടെ പറയുന്ന തുടക്കം തന്നെ എങ്ങനെയാ കുട്ടി അവരിവിടെ പാടിയത്? കൈവിടാതെ ഞങ്ങളെ കൂട്ടണമെന്ന് അദ്ദേഹം അങ്ങോട്ട് അപേക്ഷിക്കുകയാണ്. കൈവിടാതെ അങ്ങ് ഞങ്ങളെ. അതിൽ ആത്മീയതയും ഭൗതികതയും ഒരുപോലുണ്ട്. ഒരു പക്ഷേ ദൈവദശകം ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മീയതയും ഭൗതികതയെയും ദീർഘദൃഷ്ടിയോടെ കാണുന്ന ഏറ്റവും ശ്രദ്ധേയമായ 10 ശ്ലോകങ്ങളുള്ളതാണ്. ഒരു പക്ഷേ അത് ഗവർണർ ആവശ്യപ്പെട്ടാൽ, ഇപ്പോൾ എനിക്കും അതിന് പരിമിതിയുണ്ട്, സെൻട്രലായാലും സ്റ്റേറ്റ് ആയാലും ഇതൊക്കെ കരിക്കുലത്തിൻ്റെ ഭാഗമാക്കുന്നത് നന്നായിരിക്കും എന്നുള്ള എൻ്റെ അഭിപ്രായം കൂടി നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് എനിക്ക് പോകേണ്ടത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇനിയുള്ള ആളുകളുടെ പ്രശ്നം കൂടെ കേട്ടേ പോകുള്ളായിരുന്നു. എനിക്കവിടെ ഗോവയിലെത്തണം. സ്വാമിജി എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അസൗകര്യം പറഞ്ഞു. കാരണം നാളെ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ്. അവിടെ നമ്മുടെ കോട്ടക്കൽ ആര്യവൈദ്യശാലയും നമ്മുടെ കോയമ്പത്തൂരിലെ ആര്യവൈദ്യ ഫാർമസിയും എല്ലാം ചേർന്ന് വൃക്ഷങ്ങൾക്ക് ആയുർവേദ ചികിത്സ നടത്തുകയാണ്. അവിടെ 500 കൊല്ലവും 100 വയസ്സിലും 500 വയസ്സിലും ഇടയ്ക്കുള്ള 7 വൃക്ഷങ്ങൾ ഞങ്ങളുടെ രാജഭവനിലുണ്ട്. അവയ്ക്കെല്ലാം നാളെ ചികിത്സ, വൃക്ഷ ആയുർവേദ എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചികിത്സ തുടങ്ങുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംരംഭമാണ്. ഞാനപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ 6 മണിക്കെങ്കിലും അവിടെ എത്തിയില്ലെങ്കിൽ ഇത് ഞാനാണ് മുൻകൈ എടുത്തത്. അപ്പോൾ മറ്റുള്ള ഗോവക്കാർക്ക് അർത്ഥത്തിലുള്ള അറിയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഗോവയിൽ നമ്മളെപ്പോലെ ഇത്തരം രേഖകൾ മുന്നോട്ട് പോയ സംസ്ഥാനമല്ല. അതുകൊണ്ട് എനിക്ക് പോകണം. സ്വാമിജി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സ്വാമിജി വിളിച്ചാൽ ഞാൻ വരാതിരിക്കില്ല, അതുകൊണ്ട് ഞാൻ വരാം. അപ്പോൾ എന്നെ ഒന്ന് പോകാൻ അനുവദിക്കണം. ഗവർണർമാർ അങ്ങനെ ഇടയ്ക്കിറങ്ങി പോകുന്നത്, അസംബ്ലിയിലൊക്കെ വോക്കൗട്ട് ചെയ്യുന്ന പോലെ പോകുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷെ മറ്റു മാർഗമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേർന്ന്
സർവശക്തനായ ദൈവം ഗുരുദേവൻ നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഔപചാരികമായി എൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ 2 മഹത് ഗ്രന്ഥങ്ങളെക്കുറിച്ച് അധ്യക്ഷ പ്രസംഗത്തിൽ സ്വാമിജി സൂചിപ്പിച്ചു. അതിൻ്റെ ഔപചാരികമായ പ്രകാശനവും നടത്താനുള്ള ബഹുമതി ഞാൻ സ്വീകരിക്കുന്നു. അതും നമ്മൾ റിലീസ് ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.